ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്ക്കുന്നത് എലൈൻ രീതിയിലൊരു നമുക്ക് ഡെയിലി വെയറായിട്ടും ഓഫീസ് വെയറായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ഇത് 40 ചെസ്റ്റിലാണ് ഞാൻ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ അജ്രക്കിൻ്റെ ഫാബ്രിക് ഞാൻ 2.5 മീറ്ററാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഡിസൈന് ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഞാനിത് ലൈനിങ് ഇട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിന് പകരം ഞാൻ നമുക്ക് ഒരു സ്ലീവ് ഇല്ലാത്ത ഒരു എലൈൻ രീതിയിൽ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ലൈനിങ് കൊടുക്കുന്നില്ല. ലൈനിങ് കൊടുക്കണമെന്നുള്ളവർക്ക് ലൈനിങ് കൊടുക്കാമേ. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. 4ആയിട്ടല്ല ഫോൾഡ് ചെയ്തിരിക്കുന്നത്, 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 47 ഇഞ്ചാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ 47 ഇഞ്ചിൽ നമുക്കിതൊന്ന് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കാം. അങ്ങനെ 47 ഇഞ്ച് ലെങ്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു പീസും കൂടെ നമുക്ക് കട്ട് ചെയ്യണം. ബാക്കിനും ഫ്രണ്ടിനും നമുക്ക് ഒരു പീസും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണേ. എന്നിട്ട് ഇതൊന്ന് മടക്കി നോക്കാം നമുക്ക് എത്രമാത്രം ബാക്കി കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ആ വരച്ച ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കണം. മടക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ബാക്കി വരുന്നത് സ്ലീവിന് നമ്മൾ എടുക്കുവാണേ. അപ്പം സ്ലീവിന് എത്രമാത്രം കിട്ടുമെന്ന് നമുക്ക് അത് അറിയാൻ പറ്റുമേ. അപ്പം ഞാൻ അതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും 47 ഇഞ്ച് ലെങ്തിൽ ഞാനൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ സ്ലീവിനെ തികയത്തുള്ളേ. അപ്പം ഞാനിതങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് എടുക്കണം. അങ്ങനെ ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി എടുത്തു. ഇതെന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ പ്രിൻ്റ് ആ അടിഭാഗത്തിരിക്കുന്ന തുണിയുടെ പ്രിൻ്റ് ശരിയായ രീതിയിലാണ് പ്രിൻ്റ് അതേ രീതിയിൽ. പക്ഷേ മുകൾ ഭാഗത്തിരിക്കുന്ന തുണിയുടെ പ്രിൻ്റ് കണ്ടോ തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സെയിം പ്രിൻ്റ് തന്നെ വരും. അല്ലെങ്കിൽ നമ്മളിത് അറിയാതെ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കിൻ്റെയും പ്രിൻ്റ് വ്യത്യാസമായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രിൻ്റ് വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഷോൾഡറിന് 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് നമ്മൾ 47 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ അടിച്ച് മറിക്കാൻ 1/2 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് അതൊരു ലൈനായിട്ടൊന്ന് വരച്ച് എടുക്കണം. അങ്ങനെ ഞാനത് ഷോൾഡറിൻ്റെ ആ ഭാഗം 1/2 ഇഞ്ച് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എത്രയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എൻ്റെ ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് ഞാനതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്ത് അത് ഞാൻ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ച് ആ നമ്മൾ ഷോൾഡറിൻ്റെ ലൈനിൻ്റെ അവിടെ നിന്നാണ് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് താഴേക്ക് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇനി എന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈൻ ഒന്ന് വരയ്ക്കണം. ആം ഹോളിൻ്റെ ലെങ്ത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അവിടുത്തെ ചെസ്റ്റിൻ്റെ ലൈനൊന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈൻ വരുന്നത്. അതാ ചെസ്റ്റിൻ്റെ ലൈൻ വരച്ചെടുത്തു. ഇനി എന്നിട്ട് ഇവിടുത്തെ എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ് മൊത്തം ചെസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ 4 എന്ന് പറയുന്നത് 10 ഇഞ്ച്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്ര വേണേലും തയ്യൽ തുമ്പിടാമേ. അപ്പം ഇവിടെ ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇടുന്നത്. ഇനി എന്നിട്ട് ഷോൾഡറിൻ്റെ ആ ലൈനിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത് എത്രയാണോ ഇവിടെ ഞാൻ ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് 14.5 ഇഞ്ചിലാണ്. 14.5 ഇഞ്ചിൽ ഷേപ്പിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. അതപ്പം 2 ഭാഗവും ഷേപ്പിൻ്റെ ലെങ്ത് ഞാൻ കറക്റ്റ് 14.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ഒരു ലൈനായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ആ ലൈനിൽ നിന്ന് താഴേക്ക് 20-21 ഇഞ്ചിൽ നമുക്കൊന്ന് ഹിപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ഇത് വേണമെന്നുള്ളവർക്ക് മാർക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഷേപ്പിൻ്റെ ആ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ എലൈൻ രീതിയിൽ അങ്ങ് വരച്ചാൽ മതി. ഞാനിവിടെ ഹിപ്പിൻ്റെ വണ്ണവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുവാണ്. ഇത് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലേ. അല്ലാതെ നമ്മൾ ഷേപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചാലും മതി. അപ്പോൾ ഞാൻ ഹിപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പിൻ്റെ അവിടുത്തെ ലൈൻ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്.
ഇവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഹിപ്പിൻ്റെയും ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും തയ്യൽ തുമ്പ് തമ്മിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണം. ഇനി നമ്മൾ അടുത്ത മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആം ഹോളിൻ്റെ ലെങ്തിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്യണം. 6.5 ഹാഫ് എന്ന് പറയുന്നത് 3.25 ഇഞ്ച്. എന്നിട്ട് അത് ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് വരയ്ക്കണം. ആം ഹോൾ കർവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മുടെ ആ സെൻറ്റർ ലൈനുമായിട്ടൊന്ന് കൂട്ടിമുട്ടണം. അതേപോലെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് 1/2 ഇഞ്ച് ചരിച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ആം ഹോളൊന്ന് ഷേപ്പ് ചെയ്യാനേ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആം ഹോൾ കിട്ടുന്നതായിരിക്കുമേ. ഇനി എന്നിട്ട് നമ്മൾ അടുത്തത് ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് അങ്ങേ അറ്റം വരെ അറ്റത്ത് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഹിപ്പിൻ്റെ അവിടെ നിന്ന് ഹിപ്പിൻ്റെ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇത് സ്കെയിൽ വെച്ച് തന്നെ വരച്ചെടുക്കണം, അല്ലെങ്കിൽ വളഞ്ഞു പോയി കഴിയുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ ഒരു അഫങ്ങിയായിരിക്കും. എന്നിട്ട് കറക്റ്റ് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാനിത് താഴേക്ക് മാർക്ക് ചെയ്ത് അങ്ങേ അറ്റം വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 2.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യണം. അത് നമ്മൾ അവസാനം മാർക്ക് ചെയ്യുമ്പോൾ കാണിക്കാമേ. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് അവിടെ നിന്ന് താഴേക്ക് അങ്ങേ അറ്റം വരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഇനി അടുത്ത് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ മുമ്പേ നമ്മൾ മെറ്റീരിയൽ മുറിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ സ്ലീവിനുള്ളതേ കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് 3/4 സ്ലീവ് മതി. അതുപോലെ ഞാൻ കയ്യിലൊരു ഫ്രില്ലും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ സ്ലീവിനുള്ള തുണി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ആ ചെസ്റ്റും വേസ്റ്റും ഒക്കെ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്കൊരു കൂടി മെറ്റീരിയൽ കുറച്ചേറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒരു സ്റ്റിച്ച് വരുമെന്നേ ഉള്ളൂ. അതിപ്പം ഈ അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ ലൈൻ ഉള്ളതുകൊണ്ട് അതത്ര സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതത്ര കാണത്തില്ല കേട്ടോ, അത്ര ബോറായിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ ഇതുമല്ല നമ്മളിത് പുറത്ത് ആർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ തമ്മിൽ 4 പീസ് നമുക്ക് കിട്ടുമല്ലോ, അതിൽ 2 പീസ് ഞാൻ എടുത്തിട്ട് ഇതേപോലെ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം ഞാനിതിന് ഫ്രില്ലിൻ്റെ ലെങ്താണ് കൊടുക്കുന്നത്. അതിന് 4 ഇഞ്ചാണ് ഞാൻ ഫ്രില്ലിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം. 5 ഇഞ്ച് കൊടുക്കാം, 6 ഇഞ്ച് കൊടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ 4 ഇഞ്ച് ഫ്രണ്ടിലെ ലെങ്ത് 2 ഭാഗത്തും ഒരേപോലെ കിട്ടാൻ വേണ്ടി 4 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുക്കുവാണേ. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ട് നമുക്കതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 14 ഇഞ്ച് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്താണ് 14 ഇഞ്ച്. അവിടെ നിന്ന് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് താഴ്ഭാഗം മടക്കി അടിക്കാൻ വേണ്ടി 1 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് അങ്ങനെ 15 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ഇനി എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മുകളിലത്തെ വണ്ണം ഇവിടെ ഞാൻ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് നമുക്ക് സെൻറ്റർ തമ്മിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്ലീവിൻ്റെ മുകളിലത്തെ വണ്ണമായ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ വരച്ച 9.5 ഇഞ്ചിൻ്റെ അവിടുത്തെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ 4.25 ഇഞ്ചിൽ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ആ സെൻറ്റർ അതേപോലെ മുകളിലേക്ക് ഒരു സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് നമുക്ക് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണം. അപ്പം സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് മുകളിലേക്ക് അങ്ങ് വരച്ചാൽ മതി. ഇനി എന്നിട്ട് നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് കറക്റ്റായിട്ടൊന്ന് വളച്ച് ഒന്ന് റാ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് എടുക്കണേ. എന്നിട്ട് അപ്പോൾ നമ്മൾ ആ വരച്ച ആ ലൈനിൻ്റെ അവിടെ വരെ നമുക്ക് പഫിട്ട് കൊടുക്കേണ്ടതാണ്. ഇനി എന്നിട്ട് സ്ലീവിൻ്റെ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കൈക്കുഴി മാർക്ക് ചെയ്തത് 3 ഇഞ്ചിലാണ്, 3 ഇഞ്ച് ലെങ്ത്തിലാണ്. അപ്പോൾ കൈക്കുഴി മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അതിൻ്റെ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 40ന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് എത്രയാണോ അത് മാർക്ക് ചെയ്താൽ മതി. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കറക്റ്റ് ഒന്ന്
നമ്മൾ ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കണേ. ഇനി എന്നിട്ട് നമ്മുടെ ആ കൈക്കുഴിയുടെ ആ ഭാഗത്ത് കുറച്ച് പീസ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ബാക്കി വേണം നമ്മൾ നോക്കിയാൽ മതി. എന്നിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് അവിടെ വെച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. അതപ്പോൾ നമുക്ക് പുറമേ കാണത്തില്ല, അത് അകത്ത് പോയിക്കോളും. തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗം വരെ ഉള്ളതാണ്. ഇനി എന്നിട്ട് നമ്മൾ താഴ്ഭാഗം 6 ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ എത്രയാണോ തയ്യൽ തുമ്പ് അത് മാർക്ക് ചെയ്യണേ. എന്നിട്ട് നമ്മളിത് ഷേപ്പ് ചെയ്തൊന്ന് തയ്യൽ തുമ്പ് തമ്മിൽ ഷേപ്പ് ചെയ്തൊന്ന് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ആ കുറച്ച് ഭാഗത്ത് തുണി കുറവാണ്. അപ്പോൾ ആ തുണി നമുക്കൊന്ന് ബാലൻസ് പീസിൽ നിന്ന് അതേപോലൊരു തുണി വെച്ച് ആ ഭാഗത്ത് മാത്രം കുറച്ച് ഭാഗം മാത്രമേ ഉള്ളല്ലോ അതൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അകത്ത് പൊക്കോളും. പുറത്ത് നിന്ന് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് എടുക്കണം. അങ്ങനെ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ആ ലൈൻ കണ്ടോ, അവിടം വരെയാണ് നമ്മൾ പഫ് ഇട്ട് കൊടുക്കേണ്ടത്. അവിടെ ഒരു കട്ടിങ് കൊടുക്കണം. അപ്പോൾ നമുക്ക് എവിടം തൊട്ട് സെൻറ്ററിൽ നിന്ന് എവിടം വരെയാണ് പഫ് ഇട്ട് കൊടുക്കേണ്ടതെന്നൊന്ന് അറിയണ്ടായോ. അപ്പോൾ 2 ഭാഗത്തും ആ പഫ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 4 തുണിയല്ലേ ഇത്, 4 തുണിയിലും മാർക്ക് ചെയ്തൊന്ന് കൊടുത്തിട്ട് നമുക്കിതേപോലെ ചെറിയ രീതിയിൽ പഫ് ഇട്ട് കൊടുക്കണേ. ഇനി എന്നിട്ട് അടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നെക്കാണ്. ഇതേപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, അത് 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ, ഇതിനും നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊരു ലൈനായിട്ട് വരച്ചെടുക്കണേ. ഇനി എന്നിട്ട് നമ്മുടെ ലെങ്ത് എത്രയാണെന്നോ, അപ്പം ഞാനിത് വി നെക്കിലാണ് ചെയ്യുന്നത്. ബാക്കിലും ഫ്രണ്ടിലും വി നെക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. 6.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും 6.5 ഇഞ്ച് സെയിം ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൽ ബാക്കിൽ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് കട്ട് ചെയ്താൽ മതി. ഇനി എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ താഴെയും 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊരു ബോക്സ് പോലെ വരച്ചെടുക്കണം. അങ്ങനെ ഞാൻ ഇതൊരു ബോക്സാക്കി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വി നെക്കൊന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണം. വി നെക്ക് മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് നമ്മൾ 2 കോർണർ സൈഡിൽ നിന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് വി നെക്കൊന്ന് വരച്ചെടുത്താൽ മതി. ഇനി എന്നിട്ട് ഒന്നെങ്കിൽ ഇതേപോലെ വീനെക്ക് ഇഷ്ടമുള്ളവർ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്താൽ മതി. അല്ല ഇച്ചിരി കൂടെ വൈഡ് വേണമെന്നുള്ളവർക്ക് ഞാൻ ആ വരച്ച ലൈനിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് 2 ഭാഗത്തും ആ സൈഡിലോട്ട് പോകാതെ ആ നടുഭാഗത്ത് മാത്രം ഒരു ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ 1/2 ഇഞ്ചിൽ നമുക്കിതൊന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കും. അങ്ങനെ 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചൊന്ന് കൊടുക്കണം. ഇനി എന്നിട്ട് നമുക്ക് അതിൻ്റെ നമ്മളിപ്പം ഷേപ്പ് ചെയ്ത് വരച്ച ആ ലൈനിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് പുറത്തേക്ക് കറക്റ്റായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണേ. അങ്ങനെ പുറത്തേക്ക് 1 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇത് ഞാൻ ടോപ്പിൻ്റെ പീസിൽ തന്നെയാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം ഇത് അയൺ ബോക്സ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ക്യാൻവാസിന് മിനുസമുള്ള ഭാഗമുണ്ട്, മിനുസമുള്ള ഭാഗം വെച്ചിട്ട് നമ്മൾ ഈ തുണിയിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് അയൺ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ആ എടുത്തേക്കുന്ന പീസിൻ്റെ സെൻറ്റർ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് 2 സൈഡിലും 3.5 ഇഞ്ച് വെച്ചിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റക്കുറച്ചിൽ വരത്തില്ല. നെക്കിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഈ വീനെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളും നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുവേ. ഇനി എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ക്യാൻവാസിൻ്റെ നല്ല വശം എന്ന് പറഞ്ഞാൽ ഇതിന് മിനുസമുള്ള ഭാഗവും മിനുസമില്ലാത്ത ഭാഗവും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മിനുസമുള്ള ഭാഗമേ തുണിയുമായിട്ട് ഒട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് അയൺ ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് അയൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കും. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി തുണി നമുക്ക് കട്ട് ചെയ്തൊന്ന് മാറ്റണം.
എന്നിട്ട് ഇതേപോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റണം. എന്നിട്ട് ആ ഭാഗം ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണേ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡും രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പീസ് തുണിയിലോട്ട് കുറച്ച് പോട്ട്ലി ബട്ടൺ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളയായതുകൊണ്ട് പോട്ട്ലി ബട്ടൺ വെച്ചാൽ കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു തുണിയിലോട്ട് പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ പീസ് ഒരു കട്ട് ചെയ്ത് കുറച്ചെടുത്തിട്ട് ഒരു പോട്ട്ലി ബട്ടൺ ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ വെച്ച് നൂലുപയോഗിച്ച് നമുക്കിതൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് നമ്മളിങ്ങനെയൊന്ന് കെട്ടിട്ട് കൊടുത്ത് എടുത്താൽ മതി. അതേപോലെ നമുക്ക് ബാക്കിയുള്ള പോട്ട്ലി ബട്ടൺ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണോ എത്ര അകലത്തിലാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യാമേ. എന്നിട്ട് ഞാൻ ഈ വലിപ്പത്തിൽ കുറച്ച് പോട്ട്ലി ബട്ടൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ പോട്ട്ലി ബട്ടൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഇപ്പം നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച നല്ല ഭാഗത്ത്, ക്യാൻവാസ് അല്ലാത്ത നല്ല ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത്, ഞാൻ ഇതേപോലെ 1.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണ് ഞാനിത് പോട്ട്ലി ബട്ടൺ ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് മതിയെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനിത് ചെയ്ത് വന്നപ്പോൾ 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് മതിയെന്ന് തോന്നുന്നു കേട്ടോ. 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ആകുമ്പോൾ ഇച്ചിരൂടെ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ സെൻറ്ററിൽ ആദ്യം ഒരു ലൈൻ കൊടുത്തിട്ട് അവിടെ നിന്ന് 2 ഭാഗത്തേക്ക് 1.5 ഇഞ്ച് വെച്ചിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് പോട്ട്ലി ബട്ടൺ ഞാൻ ഇതേപോലെ നമ്മൾ ആ കെട്ടിട്ട് കൊടുത്ത ഭാഗം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിൻ്റെ ആ ഭാഗത്ത് തന്നെ വന്നിട്ട് നമ്മൾ ഇതേപോലെ ബാക്കി പോട്ട്ലി ബട്ടണും ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. എന്നിട്ട് ബാലൻസ് പീസ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണേ. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് തുണിയുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കണം. നമ്മുടെ ഫ്രണ്ടിൻ്റെ നല്ല വശമാണ് ഞാനിവിടെ നിവർത്തിയിട്ടേക്കുന്നത്. അതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തു. 2 സൈഡിലോട്ടുള്ള നെക്ക് വിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് നല്ല വശവും കൂടെ വേണം നമുക്കിതുപോലെ വെക്കാൻ. അപ്പോൾ പോട്ട്ലി ബട്ടൺ ഞാൻ ചെയ്തേക്കുന്നത് നല്ല ഭാഗത്താണ്. അപ്പോൾ അത് അടിഭാഗത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഈ ക്യാൻവാസ് വെച്ചിട്ട് നമ്മളിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റണം. എന്നിട്ട് ഓരോ ഇഞ്ച് ഇടവിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിതേപോലെ കട്ടിങ് കൊടുക്കണം. അപ്പോൾ ഈ കട്ടിങ് ഇതേപോലെ കൊടുത്താൽ മാത്രമേ നമുക്കിത് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ഇതേപോലെ തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കിതേപോലെ കറക്റ്റായിട്ട് പോട്ട്ലി ബട്ടൺ നമുക്കിതേപോലെ കിട്ടുവേ. ഇനി എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ ബാക്കും ഞാൻ ഇതേപോലെ വീനെക്കി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നിവർത്തിയിടാം. ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടില്ല. ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ രണ്ടും ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ക്യാൻവാസ് തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പിലല്ലേ ഷോൾഡർ നമ്മൾ ഇട്ടേക്കുന്നത്. അങ്ങനെ 2 ഭാഗത്തും 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണം. അങ്ങനെ നമ്മൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതേപോലെ ഒന്ന് ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ നെക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ കറക്റ്റായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി എന്നിട്ട് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പം സ്ലീവിൻ്റെ 2 സ്ലീവിൻ്റെയും സെൻറ്റർ ഭാഗം നല്ല വശവും കൂടി എടുത്തിട്ട് നമുക്ക് 2 സ്ലീവിൻ്റെയും സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ 2 സ്ലീവിൻ്റെയും സെൻറ്റർ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെയാണ് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ വരെ ഇതേപോലെ നമുക്കിതേപോലെ ഫ്രിൽസിട്ട് കൊടുത്ത് എടുക്കണം. അങ്ങനെ 2 സ്ലീവിലും ഞാൻ ഇതേപോലെ ഫ്രിൽസിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണം. എന്നിട്ട് 2 സ്ലീവിൻ്റെയും താഴ്ഭാഗം 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് എടുക്കാം. ഇനി നമുക്ക് സ്ലീവും കുർത്തിയുടെ ഷോൾഡറിൻ്റെ അവിടെ തമ്മിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണേ. സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും വെച്ചിട്ട് 1/2 ഇഞ്ചിൽ 2 സൈഡിലേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണം. അങ്ങനെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു ഫ്രില്ലാണ് മുകളിൽ കിട്ടിയത്. അപ്പോൾ വലിയ ഫ്രില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ഫ്രില്ല് ചെയ്യാം. ഇതിപ്പം
നമ്മൾ ഡെയിലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇനി എന്നിട്ട് നമുക്കിതിനകത്തിലൊന്ന് നമ്മുടെ എങ്ങനെയാണോ കറക്റ്റ് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് എടുക്കണം. ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് അതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത പോലെ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് എല്ലാം ഒന്ന് എടുക്കണേ. അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ ഷേപ്പെല്ലാം മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് അടിഭാഗത്ത് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യണം. അപ്പോൾ രണ്ടും കൂടെ പിടിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തിട്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ 2.5 ഇഞ്ച് കയറ്റി അടിഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ഈ കുർത്തി ഇട്ട് കഴിയുമ്പോൾ 2 ഭാഗത്ത് തുണി ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അത് വരാതിരിക്കാൻ വേണ്ടി കറക്റ്റ് നമുക്ക് അതിൻ്റെ ഭംഗിയിൽ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതേപോലെ കറക്റ്റ് 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ അടിഭാഗത്ത് 1/2 ഇഞ്ചിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുക്കണം. അടിഭാഗം സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കുർത്തിയുടെ ഫുള്ളും നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ നെക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ചെറിയൊരു ഫ്രില്ലോട് കൂടി നമ്മൾ അത്യാവശ്യം നല്ല വിരിവിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിതൊന്ന് ഡമ്മിയിലൊന്ന് ഇട്ട് കാണാമേ. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിതേപോലെ എലൈൻ രീതിയിൽ നമ്മൾ പണ്ട് ബെറ്റിക്കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യത്തില്ലേ, അതേപോലെ രീതിയിൽ സ്ലീവ്ലെസ് ആയിട്ടൊരു ഒരു ഇച്ചിരി ലെങ്തിലുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അടിഭാഗത്തിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ദർശന ഡിസൈൻസ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം കൂടെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ താങ്ക്